Good morning. നമ്മൾ ഇന്ന് കാണുന്നത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ ഫേസ് സ്പേസിൻ്റെ ഷേപ്പ് എന്താണ്, അതേപോലെ എത്ര നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം, എന്താണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ വോള്യം എന്താണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത് ഒരു വൺ ഡയമെൻഷണൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററാണ്. ഒരു വൺ ഡയമെൻഷണൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫണ്ടമെൻ്റൽ വോള്യം, ഇവിടെ ആക്ച്വലി വൺ ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് വോള്യം വരില്ല, ഫണ്ടമെൻ്റൽ ഏരിയ ആയിട്ടാണ് വരിക. എനിവേ അത് ജനറലൈസ് ചെയ്യുമ്പോൾ എത്ര ഡയമെൻഷനിലേക്ക് വേണമെങ്കിൽ നമുക്കതേ മെത്തേഡ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ കാണുന്നത്. നമ്മളിന്ന് കൺസിഡർ ചെയ്യുന്നത് ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററാണ്, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഹാമിൽട്ടോണിയൻ H എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ നമ്മളൊരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തി നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഓസിലേറ്റ് അല്ലേ. അപ്പോൾ അതിലെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ സെർട്ടൺ ടൈം കൈനറ്റിക് എനർജി 0 ആവും, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്പീഡിലെത്തി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും, അപ്പോൾ കൈനറ്റിക് എനർജി 0 ആവും. നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററൊക്കെ പലപ്പോഴും കുറേ കാലമായിട്ട് പഠിക്കുന്നത് തന്നെ. ആ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഹാമിൽട്ടോണിയൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ കാണുന്നത്. H എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണ് ആസ് എ ഫംഗ്ഷൻ ഓഫ് Q and P. Q എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റ് ആൻഡ് P is the മൊമെൻ്റം കോർഡിനേറ്റ്. അതൊക്കെ ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ½ KQ² പ്ലസ് P²/2m. ഇവിടെ P²/2m മൊമെൻ്റം, P എന്ന് പറഞ്ഞാൽ മൊമെൻ്റമാണ്, P²/2m എന്ന് പറയുമ്പോൾ എന്താണ് വരിക, അപ്പോൾ കൈനറ്റിക് എനർജി ആയിരിക്കും ഓർ ഈക്വൽ ടു ½ mv²നോട് തുല്യമാണ്. അത് നമ്മൾ ഹാമിൽട്ടോണിയൻ ആകുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് Q.T പകരം QPT ആണെന്നൊക്കെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. മൊമെൻറ്റത്തിൻ്റെ ടേംസിലാണ് എഴുതുക. അതുകൊണ്ടാണ് P²/2m എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൈനറ്റിക് എനർജിക്കും ½ KQ² എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ P മൊമെൻറ്റമാണ്, Q പൊസിഷൻ കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്, പൊസിഷൻ കോർഡിനേറ്റ് ആണ്, K എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്, M എന്ന് പറയുന്നത് അതിൻ്റെ മാസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പേസ് കോർഡിനേറ്റും മൊമെൻ്റം കോർഡിനേറ്റും, സ്പേസ് കോർഡിനേറ്റ് Qവും മൊമെൻ്റം കോർഡിനേറ്റ് Pയും അല്ലേ. ഇത് നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സൊല്യൂഷൻ എന്താണ് വരിക, Q is equal to A cos ωt plus phi. ഇതൊക്കെ നമ്മൾ സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സിലും അല്ലെങ്കിൽ മെക്കാനിക്സ് പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന സൊല്യൂഷൻസ് ആണ്. നമുക്കറിയാം A cos ωt plus phi ആണ് ഒരു Y ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് Y ഹിയർ വി ആർ യൂസിങ് ദ ടേം Q അല്ലേ. ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റ് Q is equal to A cos ωt plus phi ആണ്. ഓക്കെ, മൊമെൻ്റം നമുക്കറിയാം. മൊമെൻ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മാസ്, ലീനിയർ മൊമെൻ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx/dt അല്ലെങ്കിൽ dq/dt ആണ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, dq/dt പകരം Q എഴുതാം. അങ്ങനെ mvക്ക് പകരം നമുക്ക് ഇവിടെ എഴുതാം P is equal to mq എന്ന് എഴുതാം. അപ്പോൾ m മാസ് ഉണ്ട്, Q A cos ωt plus phi. ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്, A എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നു. കോസിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ, അതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്, sin ωt plus phi. വിത്ത് റെസ്പെക്ട് ടു T ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് കൂടി മൈനസ് m⍵A sin ωt plus phi എന്ന് പറയുന്നതാണ് മൊമെൻ്റം P ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പൊസിഷനും മൊമെൻ്റവും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ആണെങ്കിൽ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ഫ്രീക്വൻസി ഒമേഗ is equal to √(k/m). ഇതൊക്കെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഒമേഗ = √(k/m) ആണ്, where K is the spring constant. ഓക്കെ, ഇനി നമ്മൾ ഈ
ക്യൂവിനും പിക്കും ഈ കിട്ടിയ എക്സ്പ്രഷൻസ് നമ്മൾ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എനർജിയുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ എനർജി തന്നെയല്ലേ, p²/2m കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അവിടെ p² പകരവും q² പകരവും നമ്മൾക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2, ക്യൂവിന് പകരം a cos ωt + 5 ഉം പിക്ക് പകരം -m ω a sin ωt + 5 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ p²/2m 1/2m പുറത്ത് എഴുതി, പിക്ക് പകരം -m ω a sin ωt + 5 ഇതിൻ്റെ സ്ക്വയറാണ് വരിക. അപ്പോൾ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആയി, എമ്മിൻ്റെ സ്ക്വയർ m², ω² a² sin² ωt + 5 അത് p². p² പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് ഹാഫ് k × q². k ഇവിടെ നിന്നാണ് k ഇവർ മാറ്റി എഴുതിയത് കേട്ടോ. ഇതൊക്കെ നമ്മളിവിടെ എഴുതി ω √k/m ആണ്. അപ്പോൾ ω² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് പോകും അല്ലേ, k/m എന്ന് വരും. അതിൽ നിന്ന് k = നമുക്ക് എന്ത് എഴുതാം? m ω² എന്ന് എഴുതാം. ഇത് അതാണ് ഇവിടെ ഹാഫ് kക്ക് പകരമാണ് ഇവിടെ m ω² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ക്യൂവിന് പകരം ഇത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ a² cos² ωt + 5 എന്ന് കിട്ടി. ഓക്കെ, ഹാഫ് m ω² a² cos² ωt + 5 എന്നായി മാറി. ഓക്കെ, ഇനി നമ്മൾ ഈ 1/2m ഇൻറ്റു ഈ ടേം ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു എമ്മും m² ഒരു എമ്മും ക്യാൻസൽ ചെയ്തൂടെ? ഫസ്റ്റ് ടേമിൽ 1/2m ഒരു എം ഉണ്ട്, m² എന്ന് പറയുന്നതിൽ ഒരു എം ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/2 വരും. പിന്നെ ന്യൂമറേറ്ററിൽ m ω² a² sin² ωt + 5 ആണ് വരിക. രണ്ടാമത്തെ ടേം ഹാഫ് m ω² a² cos² ωt + 5. ഇതിൽ രണ്ടിൽ നോക്കിയാൽ കാണാം ഹാഫ് m ω² a² അല്ലേ, ഹാഫ് m ω² a² ഈ രണ്ട് ടേമിലുണ്ട്. അപ്പോൾ അത് രണ്ടും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഹാഫ് m ω² a² കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? sin² ωt + 5 പ്ലസ് cos² ωt + 5. ഈ sin² θ പ്ലസ് cos² θ എന്തെങ്കിലും ആയിക്കോട്ടെ, തീറ്റയുടെ വാല്യൂ എന്തായാലും sin² θ പ്ലസ് cos² θ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇവിടെ രണ്ടിൽ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത ആൾ മാത്രമേ ഉള്ളൂ. അതാണ് ഹാഫ് m ω² a² എന്നായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയതാണ് ഹാഫ് m ω² a². ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ഹാമിൽട്ടോണിയൻ. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എന്ത് എൻസെമ്പിളാണ്? മൈക്രോ കനോണിക്കൽ എൻസെമ്പിളാണ്. മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോള്യവും എനർജിയും സെയിം ആയിരിക്കും. നമുക്ക് പറയാം എനർജിയുടെ വാല്യൂ ഷാർപ്പ് ഡിഫൈൻഡ് അല്ല, E- ½ മുതൽ E+½ വരെ വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും വളരെ വലിയൊരു ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു കൺസിഡറേഷനിൽ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ആയിട്ടാണ് അതിനെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുക എനർജി എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? ഹാഫ് m ω² a² ആണ് എനർജിയുടെ എക്സ്പ്രഷൻ ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എഴുതിയിട്ടുള്ള ഇയുടെ ഒരു എക്സ്പ്രഷൻ നോക്കുക. അത് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും. 1/2m × p². ഇവിടെ m ക്യാൻസൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. ഡോണ്ട് കൺഫ്യൂസ് ദാറ്റ്. 1/2m × p² പ്ലസ് ഹാഫ് m ω² q² = E എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ഞാൻ എന്ത് ചെയ്യാണ്? ഇനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇ കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? p²/2me അല്ലെ. നമ്മുടെ ഈക്വേഷനിൽ ഫസ്റ്റ് ടേം p² ആണ്. p²/2me എന്ന് വരും. അടുത്ത കേസിൽ എന്താണ് വരിക? ഹാഫ് m ω² q²/E എന്നാണ് വരിക. ഹാഫ് m ω² q²/E അല്ലേ. ഇതിൽ m ω² ന്യൂമറേറ്റർ ഉള്ളതാണ്. ഞാൻ അയാളെയും കൂടി എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിലേക്ക് ഉണ്ട്. അപ്പോൾ q²/2 ഇവിടുത്തെ ഈ ഇങ്ങോട്ട് വന്നു അല്ലേ. q²/2e / m ω² എന്നായിട്ട് മാറി. q²/2e / m ω². ഇവിടെ മൈനസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു വര വന്നിട്ട് എന്താണെന്ന് വിചാരിക്കണ്ട. p²/2me പ്ലസ് q²/2e / m ω². 2e / m ω² എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് m ω². ഇപ്പം മുകളിലേക്ക് വന്ന ഫലം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുക m ω² q² എന്ന് തന്നെയാണ് ന്യൂമറേറ്ററിൽ കിട്ടുക. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് ഇത്. p²/2me പ്ലസ് q²/2e / m ω² ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത്.
ഓക്കെ. ഈ ഒരു ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷന് തുല്യമാണ് അല്ലേ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനോട് തുല്യമാണ്. അതെന്തിൻ്റെ ഇക്വേഷനാണ്? ദാറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എലിപ്സ്. അതൊരു എലിപ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ 1 ഡയമെൻഷണൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലെ ഫേസ് സ്പേസിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുന്നത്? ആൻ എലിപ്സ്. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും ഈ ഫേസ് സ്പേസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. ആ എലിപ്സിൻ്റെ സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും നമുക്കറിയാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ എ എന്ന് പറയുന്നതാണ് സെമി മേജർ ആക്സിസ്, ബി എന്ന് പറയുന്നതാണ് സെമി മൈനർ ആക്സിസ്. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും പൊസിഷൻ കോർഡിനേറ്റ് എക്സിൻ്റെ ഈക്വേറ്റ് ചെയ്തിട്ടും മൊമെൻറ്റം കോർഡിനേറ്റ് വൈ ആക്സിസിലേക്കുമായിട്ടാണ് നമ്മൾ വരച്ച് കാണാറ്. നമ്മൾ നേരത്തെ വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിവിടെ പൊസിഷനും മൊമെൻറ്റവുമാണ് കോർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ എടുക്കുന്നതെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ് എക്സിലും എക്സ് ആക്സിസിലും മൊമെൻറ്റം കോർഡിനേറ്റ് വൈ ആക്സിസിലായിട്ട് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മൊമെൻറ്റം കോർഡിനേറ്റ് ആണ് പി. വൈ ആക്സിസിൽ വരുന്ന ടേമാണ് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത്, എക്സ് ആക്സിസിൽ വരുന്ന ടേം രണ്ടാമതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ക്യൂ എന്ന് പറയുന്നതാണ് പൊസിഷൻ കോർഡിനേറ്റ്. അത് ഏത് ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? എക്സ് ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് 2e ബൈ എം ഒമേഗ സ്ക്വയർ. 2e ബൈ എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതാണ് എ സ്ക്വയർ. അപ്പോൾ അതിന് എ ഈസ് ഈക്വൽ ടു എന്തായിട്ട് റൂട്ട് ഓഫ് 2e ബൈ എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. സോ ദിസ് ഇസ് എ. റൂട്ട് ഓഫ് 2e ബൈ എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതാണ് എ. സോ വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. വൈ സ്ക്വയർ ആണ് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2me ആണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2me ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2me എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ എയും ബിയും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിതിന് മനസ്സിലാകുന്നതാണ് ഒരു 1 ഡയമെൻഷണൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫേസ് സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഇറ്റ് വിൽ ട്രേസ് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒരു എലിപ്റ്റിക്കൽ ട്രജക്ടറിയാണ് ട്രേസ് ചെയ്യുന്നത്. ഓക്കെ. അതിലെ എനർജി നമുക്ക് ഷാർപ്പ് ഇ ആണ് എനർജിയുടെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അവിടെ സെമി മേജർ ആക്സിസിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് 2e ബൈ എം ഒമേഗ സ്ക്വയറും ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2me ആണെന്ന് കിട്ടി. ഓക്കെ.